JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മിഥുനമാസത്തെ ഫലമാണ്. അതായത് ജൂൺ 15 മുതൽ ജൂലൈ 16 തീയതി വരെയുള്ള മിഥുനമാസത്തെ കന്നിക്കൂറുകാരായ ഉത്തരത്തിൻ്റെ 2, 3, 4 പാദക്കാരും അത്തം ചിത്തിരയുടെ 1, 2 പാദക്കാരുമായ കന്നിരാശിക്കൂറിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളെയാണ് പറയുന്നത്. കന്നിരാശിക്കാർക്ക് ജന്മരാശാധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ബുധൻ മിഥുനൻ രാശിയിൽ ജൂൺ 22 വരെ സഞ്ചരിച്ച് കർക്കിടകൻ രാശിയിലേക്ക് മാറും. കന്നിരാശിക്കാരെ സംബന്ധിച്ച് 10, 11 ഭാവങ്ങളിലായിട്ട് മിഥുനം, കർക്കിടകം രാശികളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. 10ാം ഭാവം കർമ്മസ്ഥാനം, 11ാം ഭാവം ആഗമനസ്ഥാനം അല്ലെങ്കിൽ ലാഭസ്ഥാനം എന്നാണ് പറയുന്നത്. ബുധനെ സംബന്ധിച്ച കാര്യങ്ങളെന്ന് പറയുമ്പോൾ വിദ്യ, തൊഴില്, പാണ്ഡിത്യം, അതുപോലെ വാക്ചാതുരി, കലാപരമായ കഴിവ്, ഉന്നത വിദ്യാഭ്യാസം, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ മുതലായവരെ കൊണ്ടുള്ള ഗുണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. 10ാം ഭാവം എന്ന് പറയുമ്പോൾ തൊഴിൽ സ്ഥാനമാണ്, കർമ്മസ്ഥാനം എന്ന് പറയും. ഉദ്യോഗം, സത്കീർത്തി, അന്തസ്സ്, ബഹുമാനം, ധനലാഭം, കാര്യപ്രാപ്തി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് 10ാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് പ്രതി മണ്ഡലം എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ സാധിക്കും. 11ാം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ്. അതായത് ഏതെല്ലാം ഭാവത്തിൽ അല്ലെങ്കിൽ ഏതെല്ലാം മാർഗത്തിൽ കൂടി നമ്മിലേക്ക് എന്തെല്ലാം ലാഭം വരും അല്ലെങ്കിൽ വരുമാനം ഉണ്ടാകും, ആഗമന സ്ഥാനം, വന്ന് കയറുന്ന സ്ഥാനം എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള സമ്പാദ്യത്തെ സൂചിപ്പിക്കും. അതുപോലെ സുഖം, സമ്പത്ത്, കീർത്തി, ധനലാഭം, വിദ്യയിൽ പുരോഗതി, ഉന്നത സ്ഥാനമാനങ്ങൾ, ഇങ്ങനെ പലവിധമായ ഐശ്വര്യത്തെയും പറയാം. കന്നിരാശിക്കാർക്ക് മിഥുനമാസം പല കാര്യത്തിലും മെച്ചപ്പെട്ട ഒരു മാസം എന്ന് പറയേണ്ടി വരും. കർമ്മസ്ഥാനത്ത് 3 ഗ്രഹങ്ങൾ ഉണ്ട്. 10ലെ സൂര്യനാണെങ്കിൽ കർമ്മരംഗത്ത് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു ഭാവത്തിലാണ്. കർമ്മപുഷ്ടിയെ ഉണ്ടാക്കും എന്നാണ്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സ്ഥാനം എന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്താലും അതെല്ലാം ഫലവത്താകുന്ന സ്ഥാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഇങ്ങനെ പറയുമ്പോൾ മേടം, ചിങ്ങം മുതലായ രാശികളിലായിട്ട് 10ാം ഭാവത്തിലാണ് നിങ്ങളുടെ ജാതകത്തിൽ ആദിത്യൻ നിൽക്കുന്നത് എങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ എന്ത് കാര്യമായാലും അതെല്ലാം തന്നെ ഫലപ്രാപ്തിയിലെത്തും. അതെല്ലാം നല്ല ഗുണത്തെയും പുഷ്ടിയെയും പ്രാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരുപാട് അഭിവൃദ്ധിയും ഉയർച്ചയും പുരോഗതിയുമൊക്കെ ലഭിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ മിഥുനൻ രാശിയിൽ 3 ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഒന്ന് സൂര്യനും ഒന്ന് ബുധനുമാണ് 10ാം ഭാവത്തിൽ. സൂര്യ-ബുധ യോഗം എന്ന് പറയുന്ന നിപുണയോഗത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് വിദ്യാഭ്യാസ സംബന്ധമായും തൊഴിൽ സംബന്ധമായും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ഉന്നതമായ ഒരു സ്ഥാനം അതിന് കൽപ്പിക്കേണ്ടി വരും. അതായത് നല്ല വിദ്യാഭ്യാസം, ഉന്നത നിലവാരത്തിലുള്ള പുരോഗതിയെയും തൊഴിൽ സാധ്യതയെയും അതുപോലെ തൊഴിലിൻ്റെ മെച്ചത്തെയും 10ാം ഭാവമാണ്. അപ്പം വിദ്യ കൊണ്ട് നേടിയെടുത്ത കർമ്മത്തിൽ കൂടി ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കാൻ സാധിക്കും എന്നതാണ് ഈ 10ാം ഭാവത്തിൽ വരുമ്പോഴുള്ള ആ ഒരു കാര്യം. ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കാം, ഉന്നത നിലയിലെത്താം, അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് അടിക്കടി പുരോഗതികൾ, പ്രമോഷൻസ് ലഭിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സൂര്യൻ കർമ്മഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ അത് സർക്കാർ തലത്തിൽ ഉള്ള പ്രവൃത്തിയെ സൂചിപ്പിക്കും. സർക്കാർ ജോലി അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട തൊഴിലിൽ പലവിധ നേട്ടങ്ങളും മെച്ചങ്ങളും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കുന്നു. അങ്ങനെയൊക്കെയാണ്. സർക്കാരോ അർദ്ധ സർക്കാരോ ആകാം. അതുപോലെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്, അതായത് സർക്കാർ സംബന്ധമായ ഏതെങ്കിലും ടെസ്റ്റോ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി നിൽക്കുന്നവരും അല്ലെങ്കിൽ ലിസ്റ്റിൽ പേരുള്ളവർക്കും ഒക്കെ എന്ന് പറയുമ്പോൾ ഈ മിഥുനമാസം കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പം ആശ്വാസത്തിൻ്റെ ഒരു സമയമാണ്. അതുപോലെ സൂര്യനെ സംബന്ധിച്ച് പറയുമ്പോൾ പിതാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും അതിൽ വരും. അപ്പോൾ പിതാവിൻ്റെ അച്ഛൻ്റെ വക സ്വത്തുക്കളോ അല്ലെങ്കിൽ അച്ഛൻ്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അച്ഛൻ്റെ പരിചയക്കാരോ അങ്ങനെയുള്ളവർ മൂലം, ബുധൻ എന്ന് പറയുമ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വരുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ആരുടെയെങ്കിലും സഹായം നമുക്ക് പല കാര്യത്തിലും ലഭിക്കാം. തൊഴിൽ സംബന്ധമായിട്ടായാലും ഏത് രീതിയിലായാലും അങ്ങനെയൊക്കെ ഉണ്ടാകാവുന്ന സാധ്യതയെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ പഠനത്തിനും ജോലിക്കുമൊക്കെ ആയിട്ട് ദൂരദേശവാസം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം ഉണ്ടാകും. അന്യനാട്ടിൽ ജോലി ചെയ്യുന്നവർ, ദൂരദേശത്തുള്ളവർ
ജൂൺ 22 ശേഷം അവരൊക്കെ ചിലപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെടാനും കമ്മ്യൂണിക്കേഷൻ വഴിയായാലും അല്ലാതെ തിരിച്ചു വന്ന് ഉള്ള ബന്ധമായാലും ഏത് തരത്തിലായാലും അവരിൽ നിന്നൊക്കെ നമുക്കൊരു സഹായം ലഭിക്കും. കാരണം ബുധൻ കമ്മ്യൂണിക്കേഷനെ കൂടി സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരുമായിട്ടൊക്കെ ഒരു ബന്ധവും അത്തരത്തിൽ അവരുടെ ചില സഹായങ്ങളുമൊക്കെ ലഭിക്കുകയും ചെയ്യും. 10ാം ഭാവത്തിലെ സൂര്യൻ എന്ന് പറയുമ്പോൾ സ്ഥാനബലത്തെയും സൂചിപ്പിക്കും. 10ലെ സൂര്യൻ എന്ന് പറയുന്നത് നല്ല സ്ഥാനബലമുള്ള സേവന രംഗം, അതുപോലെ തന്നെ ചികിത്സാ രംഗം, ഇതെല്ലാം പ്രധാനമായും നമുക്ക് സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ കൂടാതെ തന്നെ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയേറെ ഗുണമുണ്ടാകും എന്നാണ്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖലയാണ്. കാരണം സൂര്യൻ വൈദ്യകാരകൻ കൂടിയാണ്. അപ്പം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റേതായ മെച്ചവും എന്ന് വേണമെങ്കിൽ പറയാം. കന്നി രാശിക്കാർക്ക് 3ാമതായി നിൽക്കുന്ന ഗ്രഹം, 3 ഗ്രഹങ്ങൾ മിഥുനത്തിലുണ്ട്. അപ്പോൾ 10ാം ഭാവത്തിലെ 3ാമത്തെ ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴം സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ സ്വയാർജിതമായ ഗുണം എന്നാണ്. അതായത് സ്വന്തമായി കഷ്ടപ്പെട്ടുണ്ടാക്കിയ നേട്ടം. വ്യാഴം ജാതകത്തിന് അനുകൂലമായിട്ട് ബലവാനായിട്ടൊക്കെ നിൽക്കുന്നവർ, അതായത് ഉച്ചരാശിയിലോ സ്വക്ഷേത്രത്തിലോ ഒക്കെ നല്ല ഭാവത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ജീവിതം അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ട് ഉന്നതിയിലെത്തും എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈ 3 ഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ സർക്കാർ സംബന്ധമായ ജോലിയിൽ ഉൾപ്പെടെ പല കാര്യങ്ങളും അവർ സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും എന്നതാണ്. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള അറിവുകൾ അവർക്കുണ്ടായിരിക്കും. പല കാര്യങ്ങളെ സംബന്ധിച്ച് അവരറിവുണ്ടാവും. ബുദ്ധിപരമായ കഴിവ്, വ്യാഴം ബുദ്ധിയെയും സമ്പത്തിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ്. അതുപോലെ ദൈവാധീനവും. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു ദൈവാധീനത്തിൻ്റെ ഫലമായിട്ട് തന്നെ പുഷ്ടിയെ പ്രാപിക്കുകയും അതെല്ലാം നല്ല നിലയിലെത്തുകയും ചെയ്യാൻ സാധിക്കും എന്നതും നമുക്കിവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പം ബുദ്ധിപരമായ കഴിവ്, സാമ്പത്തികമായ നേട്ടം, ലാഭം, ഇതെല്ലാം തന്നെ 10ലെ വ്യാഴം ഓരോരുത്തർക്കും ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഇവിടെ ഒരു ചെറിയ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ 10ൽ വ്യാഴം നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൂടെ നിൽക്കുന്നവർക്ക് ഒരു അസൂയ ഉണ്ടാക്കാം എന്നതാണ്. കാരണം ഒരാളിൻ്റെ ഉയർച്ചയിൽ, അതും സ്വന്തമായ ഉയർച്ചയിൽ കൂടെ നിൽക്കുന്നവർക്ക് ചില അസൂയയൊക്കെ വരാം. അവരതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പണികൾ ഒപ്പിക്കാം കൂടെ നിന്ന് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. കാരണം വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം ബുധൻ ശത്രുവാണ്. ബുധൻ അറിവിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ അറിവ് എത്രത്തോളം ഉണ്ടാകുന്നു എന്നുള്ളതും അത്തരത്തിൽ കഴിവിനെ പുരോഗതിയുടെ പാതയിലേക്ക് പോകുമ്പോഴും കൂടെ നിൽക്കുന്ന ചിലർക്കൊക്കെ അസൂയ വരാം. അതാണ് വ്യാഴം ശത്രുവായിട്ടാണ് കാണുന്നത്. അങ്ങനെ അനുകൂലമല്ലാതെ നിൽക്കുന്നവരെ സംബന്ധിച്ച്, അതായത് വ്യാഴം മോശമായിട്ട് ജാതകത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് സ്ഥാനഭ്രംശം വരാം, സാമ്പത്തിക നഷ്ടവും വരാം. കാരണം 10ാം ഭാവത്തിൽ വ്യാഴം നിന്നതുകൊണ്ട് ഒരുപാട് മെച്ചം അങ്ങുണ്ടായി കളയും എന്ന് വിചാരിക്കാനും പറ്റത്തില്ല. വ്യാഴം അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് വളരെയേറെ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. മോശമായിട്ടുള്ളവരെ സംബന്ധിച്ച് പറയുമ്പോൾ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങളായാൽ പോലും വിജയിച്ച് കഴിയുമ്പോൾ, ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു, നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു നല്ല കാര്യം ചെയ്യാൻ വിചാരിക്കുമ്പോൾ അത് പൂർണ്ണ വിജയത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മറ്റുള്ളവർ അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മളല്ല അതിൻ്റെ കാരണക്കാര് എന്ന് വരുത്തി തീർക്കുക. ഇനി അതിൽ എന്തെങ്കിലും ഒരു അപാകതയോ ബുദ്ധിമോശമോ സാമ്പത്തിക നഷ്ടമോ വല്ലതും വന്നാൽ അതിനെ പർവ്വതീകരിച്ച് വലുതാക്കി കാണിച്ചിട്ട് നമ്മുടെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് വരുത്തുകയും ചെയ്യും. ഒരു പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതല്ലെങ്കിൽ പോലും മറ്റുള്ളവർ അതിനെ അങ്ങനെ ചിത്രീകരിക്കും. അതാണ് ഈ 10ലെ വ്യാഴത്തിൻ്റെ ഒരു കുഴപ്പം. എന്നാൽ വ്യാഴം നല്ലതാണെങ്കിൽ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തുമില്ല. ജാതകത്തിൽ 10ലെ വ്യാഴം ബലവാനായിട്ട് ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ജീവിതത്തിൽ അടിക്കടി ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 6, 8, 12ാം ഭാവത്തിൽ നിൽക്കുക, നീചത്തിൽ നിൽക്കുക, അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് 10ലെ വ്യാഴം കർമ്മദോഷം ഉണ്ടാക്കും. ചിലപ്പോൾ ഉള്ള ജോലി തന്നെ ചിലപ്പോൾ ഇല്ലാതാകാനും അല്ലെങ്കിൽ ഡീപ്രമോഷൻ ഉണ്ടാകാനും ഒക്കെ ഉള്ള സാധ്യതകൾ വരാം. 12ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ, കാരണം കന്നി രാശിക്കാരെ സംബന്ധിച്ച് ചിങ്ങൻ രാശിയിൽ ചൊവ്വയോടൊപ്പം കേതുവും കൂടി നിൽപ്പുണ്ട്. 7ാം ഭാവത്തിൽ രാഹുവുണ്ട്.
അപ്പോൾ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ എന്ന് പറയുമ്പോൾ അഷ്ടമാധിപന, 3ാം ഭാവാധിപത്യം കൂടി ചൊവ്വയ്ക്കും. അപ്പോൾ ഭൂമി ഇടപാടുകളിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ്, ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ, അങ്ങനെയൊക്കെ ഉള്ളവരിൽ, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്നവരിൽ അത്ര നല്ല ഗുണമൊന്നും ചെയ്യത്തില്ല, നഷ്ടം ഉണ്ടാക്കാം എന്നതിന് ഒരു സൂചന തരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചൊവ്വ സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സഹോദര കാരകത്വം ചൊവ്വയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെ അത് 12ാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ അവരിൽ നിന്ന് ചില മോശം അനുഭവങ്ങളോ അല്ലെങ്കിൽ അവർക്ക് മോശമായ ചില സംഭവങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകാം, അതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ 12ാം ഭാവം എന്ന് പറയുമ്പം അന്യദേശവാസത്തെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രാഹുകേതുക്കളുടെ സ്ഥിതി നോക്കിയാൽ കുടുംബസ്വത്ത് സംബന്ധിച്ച് നഷ്ടം വരാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയുള്ള നഷ്ടത്തെയാണ് ഈ 12 നിൽക്കുന്ന ചൊവ്വയോടൊപ്പം നിൽക്കുന്ന കേതുവും സൂചിപ്പിക്കുന്നത്. കാരണം രാഹുവിൻ്റെ 7ാം ഭാവത്തിൽ കേതു നിൽക്കുന്നു, കേതുവിനോടൊപ്പം ചൊവ്വയും നിൽക്കുന്നു. രാഹുവിൻ്റെ സ്ഥിതി എന്ന് പറയുമ്പം 6ാം ഭാവത്തിലാണ്. അമ്മയുടെ കുടുംബവുമായിട്ട്, അതായത് അമ്മാവന്മാർ തുടങ്ങിയ ബന്ധുക്കൾ, അമ്മയുടെ വീട്ടുകാരും ബന്ധുക്കളുമായിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ ചെറിയ അകൽച്ച വരാം, ചെറിയ പിണക്കങ്ങളൊക്കെ വരാം. രാഹു തന്ത്രശാലിയായ ഒരു ഗ്രഹം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ കുറവായിരിക്കും. 6ാം ഭാവത്തിലാണല്ലോ. സന്ദർഭം പോലെ തന്ത്രപരമായിട്ട് നിൽക്കാനുള്ള കഴിവ് രാഹുവിനൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. 6ാം ഭാവം രോഗസാധ്യതയെയും സൂചിപ്പിക്കുന്നതാണ്. രോഗം, ശത്രു, കള്ളൻ ഇങ്ങനെയൊക്കെ പോകുന്ന ഭാവമാണല്ലോ അത്. അപ്പോൾ സ്വാഭാവികമായും ചിലർക്ക്, എല്ലാവർക്കും പറയുന്നില്ല, രാഹു വളരെ മോശമായിട്ടൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചൊക്കെ കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾ, അർശസ് രോഗങ്ങൾ, ഇവയ്ക്കൊക്കെ ഉള്ള സാധ്യതയെ പറയാൻ സാധിക്കും. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ മീനൻ രാശിയിൽ നിൽക്കുന്ന ശനിയാണ്. അപ്പോൾ 7ാം ഭാവത്തിലാണല്ലോ. കന്നിക്കാരെ സംബന്ധിച്ച് നേരെ ഓപ്പോസിറ്റിലാണ്, 7ാം ഭാവത്തിലാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചില വിഷമതകളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ശനി ഉണ്ടാക്കും. ദൂരദേശയാത്ര വരാം, മനപ്രയാസം, യാത്രാക്ലേശം, തടസ്സം, എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധക്കുറവ്, അലസത. അതുപോലെ 7ാം ഭാവമാണ്. പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, കാലിന് ഏതെങ്കിലും വിധത്തിലുള്ള വിഷമതകൾ, കാൽപാദത്തിനോ മുട്ടിന് താഴെയുള്ള ഏതെങ്കിലും ഭാഗത്തോ മുട്ടിന് തന്നെയോ ഒക്കെ ഉണ്ടാകാം. അതുപോലെ തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ ആ ബന്ധം, അതായത് ഒരു പ്രത്യേക അടുപ്പമൊക്കെ വരും. അതുപോലെ തന്നെ 7ാം ഭാവമാണ്. ചില അപവാദങ്ങളൊക്കെ ഉണ്ടാകാം. മാർഗസ്ഥാനമാണ്. മാർഗസ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ വഴി. അപ്പം ചിലരെ സംബന്ധിച്ച് ചില സ്ത്രീകളെ പരാമർശിച്ചുകൊണ്ട് തന്നെ ചില അപവാദങ്ങളൊക്കെ ഉണ്ടാകാം എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അത് തൊഴിൽ രംഗത്തുള്ളവരാകാനാണ് കൂടുതൽ സാധ്യത. പിന്നെ വിവാഹ സംബന്ധമായ കാര്യം, 7ാം ഭാവം കളത്രസ്ഥാനം കൂടിയായതുകൊണ്ട് വിവാഹ സംബന്ധമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തടസ്സം വരാം, ചിലപ്പോൾ താമസം വരാം, എതിർപ്പുകൾ വരാം, വിവാഹം മാറ്റിവെക്കുന്ന സാഹചര്യം വരാം. ഇത്തരത്തിലുള്ള പല പ്രയാസങ്ങളും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് 7ാം ഭാവം എന്നത്. പിന്നെ ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ ശുക്രൻ സഞ്ചരിക്കുന്നത് മേടൻ രാശിയിലാണ്. അപ്പോൾ ഭൗതിക സുഖത്തിന് യാതൊരു കുറവും ശുക്രൻ ഉണ്ടാക്കുന്നില്ല. നിർമ്മാണ പ്രക്രിയ, അതായത് ചൊവ്വയാണ്. അപ്പം ചൊവ്വയുടെ രാശി എന്ന് പറയുമ്പോൾ മേടൻ രാശിയിലാണല്ലോ നിൽക്കുന്നത്. അപ്പം നിർമ്മാണ പ്രക്രിയയിലും ഭൗതിക സുഖ സൗകര്യങ്ങളിലും സാധന സാമഗ്രികളെയും പുരോഗതി ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മേടത്തിലെ ശുക്രൻ. ശുക്രൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വികസനവും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വികസനത്തിൻ്റെ പാത, നല്ല റോഡ് വരിക, പാലം വരിക, അതുപോലെ വൈദ്യുതി ഉണ്ടാവുക, നല്ല വീട്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ഉപകരണങ്ങൾ, ഇതെല്ലാം ശുക്രനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഈ മേടത്തിലെ ശുക്രൻ. അതുപോലെ തന്നെ ഭൂമിയുടെ കാരകനാണ് ചൊവ്വ. അതുകൊണ്ട് തന്നെ അവിടെ ശുക്രൻ നിൽക്കാന്ന് പറഞ്ഞാൽ ഡാമിനെ സൂചിപ്പിക്കാം. അതായത് വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ട സാമഗ്രികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. ഭൂമി സംബന്ധമായ അഥവാ ഭൂമിയിലെ ഭൗതിക ആവശ്യങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു ശുക്രനാണ്. ഇവിടെ മേടത്തിലെ ശുക്രൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് സൂചിപ്പിച്ചത്. അത് ഓരോ നക്ഷത്രക്കാരുടെ കാര്യമല്ല,
പൊതുവിലുള്ള കാര്യമാണ്. അതായത് മീനത്തിൽ ശുക്രൻ ഉച്ചത്തിൽ നിന്ന് സഞ്ചരിച്ചുകൊണ്ട് നിന്നാണ് ചൊവ്വയുടെ രാശിയിലേക്ക് മാറുന്നത്. അതായത് മീനത്തിൽ നിന്നാണ് മേടൻ രാശിയിലേക്ക് മാറുന്നത്. മീനൻ രാശി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് സമുദ്രത്തെ സൂചിപ്പിക്കുന്നതാണ്. ശുക്രൻ ജലത്തെയും ജലവാഹനത്തെയും ജലഗ്രഹത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. ജലത്തിലൂടെ സഞ്ചരിക്കുന്ന കാര്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം മീനത്തിലെ സഞ്ചാരവേളയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളും അതിൻ്റെ വർക്കുകളും ഒക്കെ നടന്ന് പൂർത്തിയായത്. അതായത് തുറമുഖം എന്നത് യാഥാർത്ഥ്യമാകുന്നത്. ഇപ്പോഴാണെങ്കിൽ മീനൻ രാശിയിലുള്ളത് ശനിയാണ്. അപ്പോൾ രാഹുവും മീനത്തിൽ നിന്നാണ് കുംഭത്തിലേക്ക് മാറിയത്. അപ്പം നേരത്തെ മീനൻ രാശിയിലായിരുന്നു. ചൊവ്വയെ സംബന്ധിച്ച് പറയുമ്പം അഗ്നിയെയും പോരാട്ടത്തെയും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ 7ാം ഭാവമായ കുംഭത്തിലേക്കും 8ാം ഭാവമായ മീനത്തിലേക്കും അത് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നു. ചൊവ്വയുടെ രാശിയായ മേടൻ രാശിയിൽ ശുക്രൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ രാഹു മീനത്തിലായിരുന്നു, അത് കുംഭത്തിലോട്ട് മാറുകയും ചെയ്തു. ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ മീനത്തിലെ ശനി മാലിന്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം മീനത്തിലെ ശനിയെ ചിങ്ങത്തിലെ ചൊവ്വ നോക്കുക എന്ന് പറയുന്നത് കേതുവിനോടൊപ്പം നിൽക്കുന്ന ചിങ്ങൻ രാശിയിലെ ചൊവ്വ അഗ്നിയെ സൂചിപ്പിക്കുന്നതാണ്. ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അഗ്നി. അപ്പം 4ാം ഭാവാധിപനാണ് ചൊവ്വ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികൻ രാശിയുടെ അധിപനാണ്. 4ാം ഭാവം എന്ന് പറയുന്നത് വാഹനത്തെ സൂചിപ്പിക്കുന്നതാണ്. കർക്കിടകം, വൃശ്ചികം, മീനം ഈ 3 രാശികളും ജലത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ജലരാശി എന്നും പറയും. അപ്പം അങ്ങനെ 4, 7, 8 ഭാവത്തെ ചൊവ്വ വീക്ഷിക്കുന്നു എന്നതും വളരെ പ്രധാനമായിട്ടും ചിന്തിക്കണം. കാരണം 4ാം ഭാവം വൃശ്ചികൻ രാശിയാണ്, 7ാം ഭാവം രാഹുവാണ്, 8ാം ഭാവം എന്ന് പറയുന്നത് മീനൻ രാശിയിലെ ശനിയാണ്. പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്കറിയാം സമുദ്രം മാലിന്യം കൊണ്ട് മൂടി. അതുപോലെ ഒരു കപ്പൽ തകർന്ന് അത് സമുദ്രത്തിനടിയിൽ പോയി. എന്നാൽ 2ാമത്തെ കപ്പൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അത് അഗ്നിക്കിരയായി വളരെയേറെ വിഷവും മാലിന്യവും ഇങ്ങനെ കടലിലും അതുപോലെ അന്തരീക്ഷത്തിലും ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ജലരാശിയും വായുരാശിയും ഒക്കെ ആയിട്ട് ജലഗ്രഹവും അതുപോലെ ഇത്തരത്തിലുള്ള ഗ്രഹങ്ങൾ, അതായത് ശനിയുമായിട്ടുള്ള ഒരു ബന്ധം മീനൻ രാശിക്ക് വന്നപ്പോൾ തന്നെ ചൊവ്വയുടെ ആ ഒരു സാന്നിധ്യം കൊണ്ട് അത് അഗ്നിക്കിരയാവുകയും അത് അന്തരീക്ഷത്തിലായാലും സമുദ്രത്തിലായാലും ജലത്തിലായാലും കടലിലായാലും പൊതുവെ അത് ഒട്ടനവധി വിഷയങ്ങളെ ഉണ്ടാക്കും. കാരണം 7ാം ഭാവത്തിൽ നിൽക്കുന്നത് രാഹുവാണ് ചൊവ്വയുടെ. അപ്പം സ്വാഭാവികമായിട്ടും ചില രോഗസാധ്യതകളെയൊക്കെ നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട്. പതുക്കെ അത് ചിലപ്പോൾ വലുതാവുകയും ചെയ്യും. പിന്നെ ശനിയെ സംബന്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരുമ്പിനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. ലോഹം എടുക്കുമ്പോൾ ചൊവ്വായ സ്വർണത്തെ സൂചിപ്പിക്കും, അതുപോലെ ശനി ഇരുമ്പിനെ സൂചിപ്പിക്കും. അപ്പം എല്ലാം കണ്ടെയ്നറുകളായിരുന്നു എന്ന് പറഞ്ഞാൽ ബോക്സ് ആയിരുന്നു കൂടുതലും. അപ്പം അതങ്ങനെ ഓരോന്നും തീ കത്തി പൊട്ടിത്തെറിച്ച്, കാരണം ഈ കേതുവും ചൊവ്വായും എന്ന് പറയുമ്പം വെറും അഗ്നിസാന്നിധ്യം മാത്രമല്ല, സ്ഫോടനം എന്ന് അതിനെ സൂചിപ്പിക്കുന്നത്. അതുപോലെ 7ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു എന്ന് പറയുന്നത് അത് ഭയങ്കരമായ കെമിക്കലിനെയും സൂചിപ്പിക്കുന്നുണ്ട്. ഉഗ്രസ്ഫോടനങ്ങളും അതുപോലെ തന്നെ തീവ്രമായി കത്തി വളരെ പവർഫുള്ളായിട്ട് കത്തുന്ന സാധനങ്ങൾ, ഇതെല്ലാം തന്നെ അതിനകത്തിൽ ഉണ്ടാകാം. അതുകൊണ്ടാണല്ലോ കത്തിക്കൊണ്ടിരിക്കുന്നത്. ജൂൺ 29 വരെ ശുക്രൻ ഈ മേടൻ രാശി നിൽക്കും. അപ്പോൾ ഈ ജൂൺ 29 വരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. അതായത് ജലവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിവിടെ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദുരന്തങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാം. ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശനി കുജ ബന്ധം എന്നത് അഗ്നിമാരുത യോഗം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ശനിയും ചൊവ്വയും തമ്മിലൊരു ബന്ധം വന്നാൽ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ തീയും കാറ്റും പോലെ, അതായത് ഒരു ചെറിയ ഒരു പുക ഉണ്ടാകുന്നിടത്ത് അത് വായുവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരു വലിയ കാട്ടുതീയായി മാറുന്നത് പോലെ തന്നെ, ഒരു ചെറിയ തീപ്പൊരിയായിരിക്കാം, അത് പിന്നെ ഒരു വലിയ കാട്ടുതീയായി രൂപം പ്രാപിക്കുന്നത് പോലെയാണ് ഈ അഗ്നിമാരുത യോഗത്തെ പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ രാഹുകേതുക്കളുടെ മധ്യഭാഗത്താണ് ഈ ഗ്രഹങ്ങളെല്ലാം. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞു, കാളസർപ്പയോഗം എന്നൊക്കെ. ഇതിനെ വിമർശിക്കുന്നവരും കാണാം. പക്ഷേ അനുഭവം കൊണ്ട് പൊതുവെ മോശമായ ഒരു കാര്യം തന്നെയാണ്
ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചിങ്ങൻ രാശിയിലും കന്നി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ശനി കുജ ബന്ധം ഉണ്ടാകും. കാരണം ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ അഷ്ടമത്തിലെ ദൃഷ്ടിയും കന്നി വരുമ്പോൾ 7ാം ഭാവ ദൃഷ്ടിയും, ഇത് രണ്ടും പൂർണ്ണ ദൃഷ്ടിയാണല്ലോ, പരസ്പരം നേർക്ക് നേരെ വരുന്നു. ഇങ്ങനെ ചിങ്ങം കന്നി രാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയത്തും ഈ മുമ്പേ പറഞ്ഞതുപോലെ അഗ്നിമാരത യോഗം ഇങ്ങനെ നിലനിൽക്കുക. ഇത് കന്നി നിന്ന് ചൊവ്വ മാറുന്നത് വരെ, അതായത് ഇപ്പം ചിങ്ങത്തിലാണ്, വീണ്ടും കന്നിയിലേക്ക് വരും. കന്നിയിലും സഞ്ചരിച്ച് അത് കന്നി നിന്ന് മാറുന്നത് വരെ ഈ യോഗം നിലനിൽക്കും. അതെന്നാണ് മാറുന്നതെന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ 13 വരെ ഇത് തുടരും. അതായത് അപകടങ്ങളും മാലിന്യങ്ങളും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. പിന്നെ ഈ അഗ്നിമാരത യോഗം എന്ന് പറയുന്നത് ഈ സമുദ്രത്തിൽ മാത്രമുള്ള കാര്യമൊന്നുമല്ല. അത് നമ്മുടെ കാലാവസ്ഥയിലും ഭൂപ്രകൃതിയിലും സാമൂഹികമായ പ്രശ്നങ്ങളിലുമൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടാകും. കാരണം ചെറിയ ഒരു കാര്യം അത് ഊതിപ്പെരുപ്പിച്ച് വലുതാക്കി എന്തോ വലിയ മഹാകാര്യമായിട്ട് പർവ്വതീകരിച്ച് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളും ഇതിനകത്തിലൊക്കെ വരും. അതാണ് ഈ അഗ്നിമാരത യോഗം എന്ന് പറയുന്നത്. ഒരു ചെറിയ തീപ്പൊരി ആയാലും അതൊരു വലിയ കാട്ടുതീ പോലെ പടർന്ന് വലുതാക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ജൂൺ 29 ആകുമ്പോൾ മേടൻ രാശിയിൽ നിന്ന് ശുക്രൻ മാറും. അങ്ങനെ ശുക്രൻ മാറുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ രാശിക്കാരുടെ കാര്യം, പ്രത്യേകിച്ച് കന്നി രാശിക്കാരുടെ കാര്യമാണ്. അപ്പോൾ ജൂൺ 29 ശുക്രൻ മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറുമ്പോൾ അത് കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മെച്ചപ്പെട്ട ഒരു കാര്യം എന്ന് തന്നെ പറയണം. കാരണം ഇടവൻ രാശി ശുക്രൻ്റെ സ്വക്ഷേത്രമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വന്തം വീടാണ്. ആ സ്വന്തം വീട്ടിലേക്ക് എല്ലാ അധികാരത്തോടും എല്ലാ പവറോടും കൂടിയാണ് ശുക്രൻ കടന്നു കയറുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഭൗതിക സുഖ സൗകര്യങ്ങളുടെ ഏതെല്ലാം വിധത്തിൽ ഒരാൾക്ക് ലഭിക്കാമോ അതെല്ലാം അവിടെ നിന്ന് കൊടുക്കും അനുകൂലമായിട്ടുള്ളവർക്ക്. അപ്പം ശുക്രനെ സംബന്ധിച്ച് ശുക്രൻ നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ ജൂൺ 29 മുതൽ ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഭാഗ്യസ്ഥാനത്ത് വരും. 9ാം ഭാവം ധനലാഭം, സന്താനലാഭം, ധർമ്മകാര്യസിദ്ധി, മഹാലക്ഷ്മി കടാക്ഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഭാഗ്യമാണ്, ഭാഗ്യസ്ഥാനത്താണ് ഇത് വരുന്നത്. ശുക്രൻ മഹാലക്ഷ്മിയെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സൗഭാഗ്യങ്ങളുടെ ഒരു കാലമായിട്ടും ജൂൺ 29 മുതൽ മാറാം. ഇവിടെ സൂര്യനും ബുധനും ശുക്രനും വ്യാഴവും പല ഗുണങ്ങളും ഉണ്ടാക്കിത്തരും. കാരണം 10ാം ഭാവത്തിലെ ആദിത്യനും 10ലും 11ലുമായിട്ട് നിൽക്കുന്ന ബുധനും അതുപോലെ തന്നെ ശുക്രനും വലിയ ദോഷമൊന്നും കന്നി രാശിക്കൂറുകാർക്ക് ചെയ്യുന്നില്ല. പക്ഷെ ചൊവ്വായ, രാഹു, ശനി, കേതു ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ അനുകൂലമല്ല എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുക. അപ്പോൾ രാഹു 6ാം ഭാവത്തിലല്ലേ, എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, ആരോഗ്യ സംബന്ധമായിട്ട് ചില വിഷമതകളൊക്കെ വരാം എന്നതിനെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നല്ലതും മോശവുമായ ഒരു സമയം ആണ് ഈ മിഥുനമാസം കന്നി രാശിക്കൂറുകാർക്ക്. അപ്പം മോശമായ കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത് അല്ലെങ്കിൽ ഇത്രയും വിശദീകരിക്കുന്നത്, ഗുണമായാലും ദോഷമായാലും എന്ന് ചോദിച്ചാൽ, ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിനെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുകൂടി കേൾക്കുന്നവർക്കും ജ്യോതിഷം പഠിക്കുന്നവർക്കും അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും സമയം പറയുന്നത്. അല്ലാതൊരു 5 മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ ഈ വീഡിയോ തീർക്കാം. കുറേ ഇടിവെട്ട സൗഭാഗ്യമൊന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സൗഭാഗ്യമൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ വേണമെങ്കിൽ അങ്ങ് പുകഴ്ത്താം. അത് പക്ഷേ ശരിയാണോ തെറ്റാണോ എന്ന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുള്ളവർക്ക് വിശകലനം ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ അത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.